പ്രിയരെ, ഞാൻ അനീഫ കട്ടുപ്പാറ. നമ്മുടെ ചിന്താ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മളൊരു പി സി മുസ്ലിയാർ പഴയ കാലത്ത്. അന്ന് മുസ്ലിങ്ങളെ കുറച്ച് വോട്ടിന് അത്യാവശ്യമായിരുന്നു പി സി മുസ്ലിയാർക്ക്. അപ്പോൾ വലിയ കുമ്പിയും കുടവറൊക്കെ ആയിട്ട് പി സി മുസ്ലിയാർ പ്രസംഗിക്കേണ്ട ഒരു വയത് കേട്ടോളി. അത് കേട്ടിട്ട് നമുക്ക് അടുത്ത് പറയാം. ഓക്കെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലത്തിന്റെ പ്രബോധനങ്ങൾ അതേപടി അംഗീകരിച്ചുകൊണ്ട് അതനുസരിച്ച് ജീവിക്കുന്നവരുടെ ജീവിതചര്യ മാറ്റം വരുത്തിക്കൊണ്ട് യഥാർത്ഥ ഇസ്ലാമായി ജീവിക്കുന്നവനാണ് മക്കയിലൊക്കെ ചുമ്മാ കയറി ചെല്ലുന്നത്. മനസ്സിലായോ? ഇസ്ലാം മതവിശ്വാസത്തെ പറ്റി പറയുമ്പോൾ വർഗീയത പറയുകയല്ല, തെറ്റിദ്ധരിക്കരുത്. ഒരു മനുഷ്യൻ അമ്മയുടെ ഉദരത്തിൽ ജനിക്കുമ്പോൾ മുതൽ അവൻ മരിച്ച് അവനിലേക്ക് അല്ലാഹുവിലേക്ക് ചെല്ലുന്ന നിമിഷം വരെ അവൻ എന്ത് ചെയ്യണമെന്ന് എഴുതി വച്ചിരിക്കുന്ന പരിശുദ്ധ പുസ്തകമാണ് ഖുർആൻ. അതനുസരിച്ച് ജീവിക്കുന്നവനാണ് ഇസ്ലാം മതവിശ്വാസി. അവൻ ഒരിക്കലും മോശമാകാൻ കഴിയില്ല എന്ന് മാത്രമല്ല, അവൻ ഒരിക്കലും വർഗീയവാദിയാവാൻ കഴിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലത്തിൽ വിശ്വാസമർപ്പിക്കുന്നവന് നീ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ഇടത്തും വലത്തും മുമ്പിലും പിറകിലുമുള്ള 40 കുടുംബങ്ങളിൽ ആരെങ്കിലും ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ നിനക്കും ഭക്ഷണം കഴിക്കാൻ അവകാശമില്ല, ആ ഭക്ഷണം ഹറാമാണെന്ന് പ്രഖ്യാപിച്ച നബി തിരുമേനിയുടെ പ്രബോധനങ്ങൾ അനുസരിച്ച് ജീവിക്കുന്ന ഇസ്ലാം മതവിശ്വാസികൾ എങ്ങനെ വർഗീയവാദികളാവും എനിക്കറിയില്ല. അങ്ങനെ പി സി മുസ്ലിയാർക്ക് അന്നത്തെ ആവശ്യം കഴിഞ്ഞ് മുസ്ലിങ്ങളെ വോട്ട് കിട്ടി ജയിച്ച് ഒരു പൊളിറ്റീഷ്യനൊക്കെ ആയി മാറി. കുഴപ്പമില്ലാത്തൊരു നേതാവായി വന്നപ്പോൾ മൂപ്പരിങ്ങനെ പലതും തോന്നി. ഓന്തിൻ്റെക്കാട്ടിലും അപ്പുറം നിറം മാറി പല കോലത്തിലാണ്. അപ്പം മൂപ്പര് ഇപ്പോൾ ലാസ്റ്റ് ഇറങ്ങിയ ഒരു വിഷം. അതിന് മുമ്പ് കുറേ വിഷങ്ങൾ നമ്മൾ കേട്ടിട്ടാണ്. ഇപ്പം ലാസ്റ്റ് ഒരു വിഷം തുപ്പൽ ഒന്ന് കേട്ടോ കേട്ടോ. ഞാൻ ഈ രാജ്യത്തെ നശിപ്പിച്ചതിൽ ഒന്നാം പ്രതി ജവഹർലാൽ നെഹ്റു എന്ന് പറയുന്നത് മുസൽമാനാണ്. കടുത്തിക്ക് പറയാം, പിന്നെ കുഴപ്പം മുസൽമാനാണ്. അങ്ങനെ വാപ്പ മോത്തിലാൽ ഒരു മുസ്ലിം എന്ന് എല്ലാവരും പറയുന്നുണ്ടല്ലോ. മോത്തിലാലിൻ്റെ വാപ്പ മുസ്ലിമാണെന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ ദൈവവിശ്വാസം ഇല്ലെന്ന് പറഞ്ഞ് കടുപ്പിൽ വെച്ച് മനുഷ്യടക്കാം. പുള്ളി പെരയ്ക്കാത്തല്ലേ പെരയ്ക്കാത്ത 5 പേര് നിൽക്കരിക്കും. മനസ്സിലായോ? പുള്ളി എന്നിട്ട് ദൈവവിശ്വാസം ഇല്ലെന്ന് നടക്കുക. പുള്ളി മോത്തിലാൽ നെഹ്റു മുസ്ലിമാണെന്ന് എല്ലാവരും സമ്മതിക്കുന്നുണ്ടല്ലോ. അങ്ങനെ മുസ്ലിം പൊന്നാരച്ചെങ്കിലും എനിക്കൊന്നും പറയാനില്ല. കുറേ ആൾക്കാർ ഈ പി സി ജോർജറിനെ കൊടവേറിനെ തലമക്കണ്ണ് എന്താ ഒരു പറയാം. ഒന്ന് കുറേ ആൾക്കാർ റിയാക്ഷനും ചെയ്തിരിക്കണ്. ഈ മുസ്ലിം വിരോധം, മുസ്ലിം വിദ്വേഷം, കൊടവേറ് നിറച്ച് വിഷം നിറച്ചിരിക്കണ ചെങ്ങായിക്കെതിരല്ലേ ഒന്ന് ഞാൻ കേട്ടില്ല. ഞാൻ ഇതുവരെ കണ്ടിയിലും കേട്ടില്ല. ഏറ്റവും നല്ലൊരു സൂപ്പർ മറുപടി നമ്മളെ രാജ്മോഹൻ ഉണ്ണിത്താൻ, നടന് രാജ്മോഹൻ ഉണ്ണിത്താൻ അത് നല്ലൊരു മാസ് മറുപടി കൊടുത്തു. അതും കൂടി കേട്ടിട്ട് നിങ്ങൾ അഭിപ്രായം കമന്റ് ചെയ്യട്ടോ. ഓക്കെ. കേൾക്കാൻ വേണ്ടി പറയും, പി സി ജോർജിനെ ദൈവം പെണ്ണായി സൃഷ്ടിച്ചിരുന്നെങ്കിൽ അവനൊരു വേശ്യയായിരുന്നു. പുത്തരിക്കണ്ട മൈതാനത്തിൽ നിന്ന് 5 രൂപയ്ക്ക് പൊക്കി കൊടുത്തേനെ എല്ലാവർക്കും. ഹോട്ടലിലേക്കും പോകത്തില്ല. ഹോട്ടലിൽ പോയാൽ അത്രയും നേരം പോകും. ഇത് കട്ടം പൊക്കുന്നാണെങ്കിൽ പൊക്കി തകർത്തില്ല. പെണ്ണായി അവൻ ജനിച്ചിരുന്നെങ്കിൽ എത്രയോ പേർക്ക് ഗുണേറിയ സിഫിലിസ് അവൻ കൊടുത്തിരുന്നത്. ആണായി ജനിച്ചു പോയതുകൊണ്ട് അവിടെ ഭാഗ്യം.